ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോഴേ ഇന്ന് അടിപൊളി ഒരു മുട്ട ചട്നിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം, നിമിഷങ്ങൾക്കുള്ളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ? അതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കുള്ള ഓൾ തന്നെ ഒന്ന് അമർത്താൻ മറക്കല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വായോ. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു കൂട്ടൊന്ന് റെഡിയാക്കണം. അതിന് ഒരു 8-9 കുഞ്ഞുള്ളി ഞാനൊന്ന് എടുത്ത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ഒരു എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഞാൻ ഒരെണ്ണേ ചേർക്കുന്നുള്ളൂ. ഇനി ഒരു വലിയ പീസ് ഇഞ്ചി തന്നെ എടുത്തിട്ടുണ്ട്. അത് 2-3 കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പോളം തേങ്ങയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം ചേർക്കുന്നു എന്ന് വേണം പറയാൻ. കാര്യം ഇതിനകത്ത് അധികം കറിവേപ്പില ചേർക്കുമ്പോഴേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോഴേ ഞാനൊരു കുറച്ചധികം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം വലിയ ജീരകം ഉണ്ടല്ലോ, പെരുംജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കശകശയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴേ ഇങ്ങനെ കിട്ടിയതല്ലാതെ മിക്സാക്കി ചേർത്തതല്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ പെരുംജീരകം മാത്രമേ ഉള്ളെങ്കിൽ അങ്ങനെ തന്നെ ചേർത്താൽ മതിയാവേ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. നന്നായിട്ട് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാവേ. അതിന് ഒരു പാനൊന്ന് അടുപ്പത്തേക്ക് ഞാനൊന്ന് വെച്ചിട്ടുണ്ട്. അപ്പം പാനൊന്ന് ചൂടായി വരുമ്പോഴേക്കുവേ നമുക്കിതിലേക്ക് ഞാൻ സാധാ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കേട്ടോ. അപ്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് കടുകൊന്നിട്ട് പൊട്ടിക്കണം. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണോളം കടുക് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ ഈ കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കുവേ നമ്മളിവിടെ റെഡിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ തേങ്ങയുടെ അരപ്പുണ്ടല്ലോ, അതും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചട്നി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ആ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചട്നിയൊക്കെ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ ചട്നി മുട്ടക്കറി ആയതുകൊണ്ട് കുറച്ച് ലൂസായിട്ട് വേണം ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ഇത് വെള്ളമൊക്കെ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം, നമ്മുടെ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച്. ഞാനൊരു 3/4 കപ്പോളം വെള്ളമാണ് കേട്ടോ ചേർത്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിന് നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഇതൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ ഉണ്ടാക്കിയാൽ ടേസ്റ്റ് എങ്ങനെ ഇരിക്കും, കൊള്ളാവോ എന്നൊക്കെ. നല്ല ടേസ്റ്റാണ് കേട്ടോ. കൂടുതലും ദോശയ്ക്ക് കഴിക്കാനാണ് നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് ഒന്ന് മിക്സാക്കിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഈ സമയം തന്നെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതിങ്ങനെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് തിളച്ച് വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പോൾ സാധാരണ ചട്നി നമ്മൾ ഒരുപാട് തിളപ്പിക്കാറൊന്നുമില്ല, പക്ഷേ ഇത് കുറച്ച് തിളയ്ക്കണം. അപ്പോൾ അതാണ്ട് ഒന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതാണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം നമുക്ക് മുട്ട അങ്ങോട്ട് പൊട്ടിച്ചൊഴിക്കാം. ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് മുട്ടയൊക്കെ എടുക്കാം കേട്ടോ. ഇവിടെ നമ്മൾ 3 പേരേ ഉള്ളൂ, അതുകൊണ്ട് 3 മുട്ട എടുത്തതേ ഉള്ളൂ കേട്ടോ. ആ 3 ഒഴിച്ചിട്ടുണ്ട്. ഇനി ആ മുട്ടയുടെ മുകളിൽ കുറച്ച് ഉപ്പ് ഒന്ന് വിതറി കൊടുക്കാം, ആ മുട്ടയ്ക്ക് വേണ്ടി മാത്രം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം, മുട്ടയൊക്കെ വേവുന്നവരെയും. അപ്പോൾ ഈ മുട്ട ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലാണ് ഉള്ളതെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലോട്ടൊന്ന് മാറ്റണേ, അല്ലെങ്കിൽ മുട്ടയൊക്കെ ചിതറി പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മുട്ട ചട്നിക്കറി നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ആക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ആക്കി നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ബെസ്റ്റാണ് കേട്ടോ.
കണ്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമുക്ക് ചൂടോടെ തന്നെ അങ്ങ് സെർവ് ചെയ്യാം. ഇത് ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ശരി ഒരു തനതായ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോഴ് ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.